അപ്പേ എന്തോ ഈ ബോംബെയില് റെഡ് സ്ട്രീറ്റ് ഇല്ലേ? ഉം. അപ്പൊ അവിടുത്തെ ഗവൺമെന്റിനും പോലീസിനൊക്കെ അതൊരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. റെഡ് സ്ട്രീറ്റ് മൊത്തം ഇവര് ഫോഴ്സ് ഉപയോഗിച്ചിട്ട്. എന്താ അവരത് ചെയ്യാത്ത? ഞാനതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ മോൻ തന്നെ പറഞ്ഞോളൂ. അവിടെ എത്തുന്നവർക്ക് അതുപോലൊരു സ്ഥാപനം ഒരു സംഭവം അവിടെ ഇല്ലെങ്കിൽ അവരത് പബ്ലിക്കിന്റെ അടുത്തേക്ക് ഇറങ്ങും. പിന്നെ അത് ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂസ് ആവും. സമൂഹത്തിൽ ഇപ്പൊ പീഡനങ്ങൾ കൂടി വരിക. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണങ്ങൾ നടക്കുന്നില്ല. ഒത്തിരി പേര് ഏത് നിമിഷവും പൊട്ടാൻ പറ്റുന്ന ബോംബുകളായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ നമുക്കത് പറയാൻ പറ്റുന്നില്ല, അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ അവരുടെ വിവാഹം നടക്കണം, പക്ഷെ മാരീഡ് ആയ ആൾക്കാരും പോകുന്നുണ്ട്. അപ്പൊ അതൊരു പക്ഷേ ഈ പറയുന്ന പോലെ ലൈംഗിക ദാരിദ്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ദേവദാസി സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നിന്നുപോയതാണ് അതൊക്കെ. എന്നത് ലൈംഗിക ദാരിദ്ര്യമാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഫ്രസ്ട്രേഷൻസ് ഒക്കെ ആയിരിക്കാം അവർ ഇതുപോലെ പബ്ലിക്കിൻ്റെ ഇടയിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ തക്കതായ ശിക്ഷ നൽകി വേറൊരാള് അതിലേക്ക് മുതിരാതെ മാതൃകാപരമായ ശിക്ഷകൾ ഇവർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടത്താനുള്ള കഴിക്കാനുള്ള സംവിധാനങ്ങളിലൂടെ ഉണ്ടാവണം. ഒരു ഫാമിലി സെറ്റപ്പിൽ മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ എന്താ പറയുക, അവന് കുടുംബം എന്നൊരു ചിന്തയുള്ളതുകൊണ്ട് അവൻ ഈ ക്രിമിനൽ വാസനകളിലേക്ക് അധികം പോകില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വിവാഹം നടക്കട്ടെ, ആ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ മാറട്ടെ. ബി ഹാപ്പി.